ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് കേക്ക് തന്നെയായിരിക്കും ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ എങ്ങനെയാണ് കറക്റ്റ് 1 kg വെയിറ്റ് വരുന്ന ഈ ഒരു കേക്ക് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കപ്പ് അളവിൽ ഫ്ലോർ എടുക്കണം. അപ്പോൾ ആദ്യം 1 കപ്പിലേക്ക് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്ക് മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ 1 കപ്പ് അളവിൽ ഫ്ലോറാണ് കേട്ടോ നമുക്ക് ഈ ഒരു 1 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്കിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ കൊക്കോ പൗഡറും അതേപോലെ തന്നെ മൈദയും അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പറ്റുവാണെങ്കിൽ 1-2 തവണ അരിച്ചെടുത്താൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ 1 തവണ അരിച്ചെടുത്തതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 വലിയ സൈസിലുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കണം. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് 4 എഗ്ഗ് വെച്ചിട്ട് എന്താ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ സൈസ് ആണെങ്കിൽ ഞാൻ 3 മുട്ടയെ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു മുട്ടയുടെ സൈസ് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ മുട്ടയുടെ അളവ് മാറ്റം വരുത്തിയാൽ മതി. 3 എണ്ണോ 4 എണ്ണോ അങ്ങനെ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസും മുട്ടയും ഒന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. ഇപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കിട്ടും. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് എടുക്കുക, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് കറക്റ്റ് എടുക്കുക. അത് കുറേശ്ശെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ടൻ്റെ മിക്സ് നല്ലതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ചേർക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ബ്ലേഡ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ബ്ലേഡ് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ സ്പീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയും കുറച്ച് സെക്കൻഡുകൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം കൂടുതൽ നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ മിക്സ് അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തത് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ വിസ്ക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്ററും യൂസ് ചെയ്യാം, സ്പാച്ചുലയും യൂസ് ചെയ്യാം. ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ടെക്നിക്കും കാര്യങ്ങളെല്ലാം ഞാൻ ചില വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഹാർഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. വല്ലാതെ അങ്ങ് കുത്തിയിളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് അങ്ങ് ഹാർഡായിട്ട് മാറും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർക്കണം കേട്ടോ. അത് ഒരു തവണയായിട്ട് ചേർക്കാതെ അത് കുറേശ്ശെ ആയിട്ട് വേണം ചേർക്കാനായിട്ട്. പൊടി ചേർത്തതിന് ശേഷം പാല് ചേർക്കുക, പിന്നെ പൊടി ചേർക്കുക, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. 1/4 കപ്പ് അളവിൽ പാല്. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം കറക്റ്റ് അളവിന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ശരി, ഞാൻ ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്നങ്ങ് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട്. പിന്നെ നേരത്തെ കാണിച്ച വീഡിയോ ഞാനൊന്ന് സ്പീഡിലാക്കിയതാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് വല്ലാതെ ഹാർഡായിട്ട് കുത്തിയിളക്കുന്ന പോലെ തോന്നിയേ. അത് നമ്മൾ സ്ലോയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ സ്പീഡാക്കിയെന്ന് മാത്രം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. 1 kgക്ക് ഏറ്റവും നല്ലത് 7 ഇഞ്ചാണ് കേട്ടോ. കാരണം അത്യാവശ്യം ഹൈറ്റും കിട്ടും, ഒരു വീതിയും കിട്ടും. 8 ഇഞ്ചും എടുക്കാം, പക്ഷേ അത് അത്ര ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസ് എല്ലാം റിലീസാക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോ പാനിലോ വെച്ചിട്ട് നമുക്കിതങ്ങ് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗനാഷിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എത്രയാണോ ക്രീം എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് ചോക്ലേറ്റ് എടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുക. ഇപ്പോൾ 1 കപ്പ് അളവിൽ ക്രീം എടുക്കുകയാണെങ്കിൽ 2 കപ്പ് അളവിൽ ചോക്ലേറ്റ് എടുക്കുക. അത് 250 ml കപ്പ് ആവണം എന്നൊന്നുമില്ല. നിങ്ങൾ ഏത് കപ്പിലാണോ ക്രീം എടുക്കുന്നത് അതിൻ്റെ ഡബിൾ നിങ്ങൾ ചോക്ലേറ്റ് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചൂടായിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. പിന്നെയും കട്ടകളുണ്ടെങ്കിൽ ഒന്ന് സ്റ്റവ് ടോപ്പിലൊന്ന് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മൾ 30 മിനിറ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പാനിലാണെങ്കിൽ 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ നമുക്കൊരു 35 മിനിറ്റ് മാക്സിമം മതിയാവും കേട്ടോ. 35 മിനിറ്റ് ശേഷം തുറന്നു നോക്കിയാൽ അതങ്ങ് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓവൻ്റെ റിവ്യൂ വേണ്ടവർക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങളത് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂട് മാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 1 kg കേക്കിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം. അതും നമുക്ക് നല്ലതുപോലെ നല്ല സ്റ്റിഫ് പിക്സ് ആയിട്ട് വരുന്ന വരെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫിയോണ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫിയോണ റിച്ച് വിവോ ട്രോപ്പോലൈറ്റ് ഈ ക്രീമെല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കൂടുതലും ഫിയോണ തന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടെല്ലാം മാറിയിട്ട് റൂം ടെമ്പറേച്ചറുള്ള ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് ഫില്ലിങ്ങിനായിട്ടും അതിൻ്റെ മുകളിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഡിമോൾഡ് എടുത്ത് കാണിച്ചു തരാം. ഇതിന് സെൻറ്ററിലായിട്ട് ഒരു വെട്ട് വീണിട്ടുള്ളത് ഞാൻ അത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് കത്തി വെച്ചിട്ടാണ് കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 4 ലെയറായിട്ടും കട്ട് ചെയ്ത് മാറ്റാം. പക്ഷേ അപ്പോൾ 1 kg വെയിറ്റ് കൂടും. അപ്പോൾ ഞാനിതിൻ്റെ മുകൾ ഭാഗം ഒന്നങ്ങ് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം പോർഷൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം കേക്ക് ഈവനായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് അങ്ങ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഞാൻ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് വെക്കുക. അതിൻ്റെ താഴെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 3/4 കപ്പ് അളവിൽ പാലും 1/4 കപ്പ് അളവിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷും അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ. തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂട് മാറിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഷുഗർ സിറപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ അതും കൂടി ലെയറിലായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിലവർ ചോക്ലേറ്റ് ഗനാഷ് കൂടാതെ ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിനായിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും കൂടി ലെയറിൽ ഇട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സോ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് മാത്രം ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ലെയറെല്ലാം ഒന്നങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ബോർഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് മെയിനായിട്ടുള്ള കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കോട്ടിങ് ചെയ്യാം. ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. മിനിമം ഒരു 15-20 മിനിറ്റെങ്കിലും തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് അതങ്ങ് സ്റ്റിക്കായിട്ട് നിൽക്കുകയുള്ളൂ.
അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് തണുപ്പിച്ചെടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ഡ്രിപ്പിംഗ് എല്ലാം ചെയ്യുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷാർപ്പ് എഡ്ജ് ആക്കിയെടുക്കുന്നതും ചോക്ലേറ്റ് ഗനാഷ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്നില്ല. അതേപോലെ അവിടെ ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതേപോലെ ആക്കിയതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നങ്ങ് റൺ ചെയ്ത് കൊടുക്കാം. സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് കാണാനായിട്ട് നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഇതേ മുകൾ ഭാഗം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ തന്നെ പേരും കൂടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കസ്റ്റമേഴ്സ് വീണ്ടും ഓർഡർ ചെയ്യുന്ന കേക്കുള്ള ഒരു കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക്